ഇപ്രാവശ്യത്തെ തറവാട്ടിൽ നിന്നുള്ള ഫാമിലി ട്രിപ്പ് ഞങ്ങൾ പോയത് കോഴിക്കോട് സ്കൈ വേവിലേക്കാണ്. ബസ്സിലെ ആൻ്റച്ചൻ്റെ സംഗീത കച്ചേരി ഇങ്ങനെ തുടരുകയാണ്. വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ അനുയോജ്യമായിട്ടുള്ള ഒരു പെട്രോൾ പമ്പിൽ നിർത്തി ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വെള്ളയപ്പവും കുറുമക്കറിയും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. നമ്മുടെ പമ്പിൽ നിർത്തിയിട്ടിരുന്ന ട്രാക്ടറിൽ കയറാൻ ഉണ്ണിക്കുട്ടനും നെച്ചുവിനൊക്കെ ഒരു ആഗ്രഹം. അങ്ങനെ അവരുടെ മോഹങ്ങൾ അന്ന് പൂവണിഞ്ഞു. അങ്ങനെ പെട്രോൾ പമ്പിൽ എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് റീൽസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലോ. അങ്ങനെ റീൽസിൻ്റെ 2 സ്റ്റെപ്പൊക്കെ എടുത്തു. ഇത് പുറപ്പെട്ടു. 11 മണിക്കാണ് നമ്മുടെ സ്കൈ വേവ് ഓപ്പണിംഗ് ടൈം. ഞങ്ങളൊരു 10 കൂടി തന്നെ സ്കൈ വേവിലെത്തി. ഞായറാഴ്ചയാണ് പോയത്. അത്യാവശ്യം ആൾക്കാരൊക്കെ അന്ന് വന്നിട്ടുണ്ട്. ചോദിച്ചറിഞ്ഞപ്പോൾ 1 ഇയറേ ആയിട്ടുള്ളൂ നമ്മുടെ സ്കൈ വേവ് ഓപ്പൺ ആയിട്ട് തന്നെ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റിൻ്റെ നിരക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇപ്പോൾ ഇക്കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പോയി. ആദ്യം ഞങ്ങൾ നമ്മുടെ ഇലക്ട്രിക്കൽ റൈഡുകളിൽ കയറാനായിട്ടാണ് പോയത്. കാർ ഓടിക്കാനൊക്കെ പോയി. കാറൊക്കെ അത്യാവശ്യം ഓടിച്ച് ഹൊറർ ഹൗസ്, പിന്നെ 18D ഷോ, അതായത് നമ്മുടെ 3D ഷോ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡൈനോസറിൻ്റെ വാലൊക്കെ നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടിയൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്ത് പിന്നീട് ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാൻ പോയി. അപ്പോഴേക്കും ഉച്ചയായി. കാരണം 11 മണിക്കാണല്ലോ ഇത് ഓപ്പണിങ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിൻ്റെ അവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 മണിക്കുള്ളിൽ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോകണം. കാരണം ഞങ്ങളിൽ വന്ന ആളുകൾക്ക് കുറേ പേർക്ക് ഫുഡ് കിട്ടിയില്ല. അവർ പറഞ്ഞത് കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും സൺഡേ കാരണം കൂടുതൽ ആളുകൾ വന്ന കാരണം അവിടെ ഭക്ഷണം തികഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു പ്രശ്നമുണ്ടായി. ബാക്കിയെല്ലാം നമ്മുടെ സ്കൈ വേവ് ഓക്കെ ആയിരുന്നു. കാരണം റൈഡുകൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ റൈഡ്, അഡ്വഞ്ചർ റൈഡ്, വാട്ടർ റൈഡ്, അങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് റൈഡുകൾ ഉണ്ടായിരുന്നത്. അഡ്വഞ്ചർ റൈഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും, എന്നാലും അത് നമ്മുടെ ലൈഫിൽ ഒരു വട്ടമൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് അവിടുത്തെ അഡ്വഞ്ചർ റൈഡുകളാണ്. അങ്ങനെ വാട്ടർ റൈഡ് ആണെങ്കിലും കുട്ടികൾക്ക് കുറേ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ലിമിറ്റഡ് റൈഡുകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അവർ തന്നിരിക്കുന്ന സമയം 5 മണി വരെയാണ്. അത് കുറച്ചുകൂടി ആൾക്കാർ കൂടുതലുള്ള കാരണം നമുക്ക് 6 മണി വരെ അവർ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. അപ്പോൾ ഉള്ള റൈഡുകളിൽ നമുക്കെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റി. നമ്മൾ സാധാരണ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ആകുമ്പോൾ ഒത്തിരി റൈഡുകളുണ്ടാവും. ഒത്തിരി റൈഡുകളിൽ നമുക്ക് എല്ലായിടത്തും പോയി ക്യൂ നിൽക്കും ചെയ്യും. അവസാനം ഈ പറഞ്ഞ പോലെ കുറച്ച് റൈഡുകളിൽ കയറാനും പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഉള്ള റൈഡുകളിലെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ടൈം കിട്ടി. പിന്നെ അവിടെ നിന്ന് ഒരു ലാസ്റ്റ് ഒരു ഫാമിലി ഫോട്ടോ സ്കൈ വേവിൽ നിന്നും ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ബസ്സിൽ വീണ്ടും ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ ആരംഭിച്ചു. സ്കൈ വേവിൻ്റെ സ്ഥലം ഒരു ഹൈ റേഞ്ച് ഏരിയയാണ്. അപ്പോൾ ഹെയർ പിന്നും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പോകുന്ന സമയത്ത് ആർക്കും അങ്ങനെ വലിയ വോമിറ്റിങ്ങിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സമയം ഇരുട്ടായി തുടങ്ങി. പിന്നെ വെള്ളത്തിൽ കളിച്ചതിൻ്റെയും അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് തന്നെ പലരും വോമിറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ പലർക്കും രാത്രിയത്തെ ഫുഡ് വേണ്ട എന്നുള്ളൊരു മട്ടിലായിരുന്നു ഈ പറയുന്ന ഞാനടക്കം. പിന്നെ അങ്ങനെ എന്താ ചെയ്യുക, നമ്മൾ കോഴിക്കോടിൻ്റെ രുചിയുടെ നാട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ പോരും. അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വെച്ച് ഇങ്ങനെ നടന്നപ്പോഴാണ് ലൈറ്റായിട്ട് ഒരു ഷവായി അടിച്ചിട്ട് ഞങ്ങൾ പോകുന്നു. പക്ഷേ സംഭവം ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അടിവാരത്ത് എത്തിയിട്ടാണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചത്. പിന്നീട് അങ്ങോട്ട് ഓക്കെ കേട്ടോ. പിന്നെ അങ്ങനെ വോമിറ്റിങ്ങിൻ്റെ പ്രശ്നം അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ കോഴിക്കോടിൻ്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾ മടങ്ങി. രാത്രി ഒരുവിധം ചില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ഈ പറയുന്ന ഞാനും ഈ 2 പിള്ളേരും ഒഴികെ ബാക്കി എല്ലാവരും ഉറങ്ങി. എന്താണ് ഇത്ര ഗൗരവമേറിയ ചർച്ച എന്ന് ചോദിച്ചറിഞ്ഞപ്പോഴുള്ള കാര്യം പിടികിട്ടിയത്. ഇവർ ടൂറിസ്റ്റ് ബസ്സായിരുന്നു ഇവിടെ മെയിൻ വിഷയം. ടൂറിസ്റ്റ് ബസ്സിൻ്റെ ലൈറ്റ്, ടൂറിസ്റ്റ് ബസ് എപ്പോൾ വാങ്ങിക്കാം, എന്തായാലും ഭാവിയിൽ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വാങ്ങിക്കാൻ പറ്റട്ടെ അല്ലേ. അപ്പോൾ ഇത്രയുള്ള ടൂറിൻ്റെ വിശേഷങ്ങൾ മറ്റൊരു വ്ളോഗിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.